ഈ ജാഥയ്ക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പാർട്ടിയുടെ പ്രിയങ്കരനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കല്ലട മോഹൻദാസ് അവരുടെ സ്വാഗതം ചെയ്യുകയാണ്. ജനങ്ങൾ ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന ഈ ജാഥയുടെ ക്യാപ്റ്റൻ, പാർട്ടിയുടെ NCPയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗവും ദേശീയ ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ NCP സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ NA മുഹമ്മദ് കുട്ടി അവർ എന്ന നമ്മുടെ പ്രിയങ്കരനായ വയനാട് കടുവ ഒരു സ്ത്രീയുടെ തല കടിച്ചു തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിക്കോട് നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി ഡാൻസും പാട്ടും നടത്തുകയായി. ഇതെല്ലാം നിങ്ങൾ മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞിട്ടുള്ളൂ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനങ്ങളുടെ ജീവനും സ്വത്തിനും നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും പിടിച്ചു വാങ്ങുന്ന ഈ നികുതി പണം കൊണ്ട് ധൂർത്ത്, അതുപോലെ തന്നെ അഴിമതി, അതിനുപരിയായ കെടുകാര്യസ്ഥത ഇപ്പോഴത്തെ ഭരണ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ സ്ഥിതി? വനാന്തരങ്ങളിൽ കഴിയുന്ന നമ്മളെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും കുഞ്ഞുകുട്ടികളടക്കം നമുക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. കടുവയായിരുന്നാലും കാട്ടുപോത്തായിരുന്നാലും കാട്ടുപന്നിയായിരുന്നാലും ആനയായിരുന്നാലും അടക്കമുള്ള വന്യമൃഗങ്ങൾ സ്ഥിതിവിശേഷം നിലവിലുണ്ട്. അതിൽ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നിയമപരമായി നടപ്പാക്കാൻ നമ്മുടെ ഗവൺമെന്റുകൾക്ക് ബാധ്യതയുണ്ട്. ഈ ബാധ്യത നിറവേറ്റാതെ ജനങ്ങളെ നികുതി ഇനത്തിലും മറ്റു വിധത്തിലും പിടിഞ്ഞെടുത്തുകൊണ്ട് അവരുടെ ജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യമാണ് കേരളത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല. ഇടതെന്നോ വലതെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ കേന്ദ്രം ഭരിക്കുന്നവരെന്നോ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ കഴിയില്ല. എല്ലാവർക്കും ഇതിന്റെ തുല്യ ബാധ്യതയുണ്ട്. ഇവിടെ NCPയുടെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ വിശദീകരണ യാത്ര ആരംഭിക്കുകയാണ്. ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ചില ദൗത്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നതിന് നേതാക്കളോട് എത്തിയിട്ടുണ്ട്. ജാഥയുടെ ക്യാപ്റ്റൻ എത്തിയിട്ടുണ്ട്. ഈ ജാഥ ആദ്യം വഹിക്കുന്നതിന് എത്തിയിട്ടുള്ള അദ്ദേഹത്തെ ഈ ജാഥയുടെ മാറ്റത്തിന് വേണ്ടി, കേരളം മാറുന്നതിന് വേണ്ടി മാറിയേ തീരൂ എന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ്. അതാരും വാഗ്ദാന ലംഘനങ്ങൾ നടത്തുന്നു എന്നുള്ള നഗ്ന സത്യമാണ് നമ്മൾ അനുഭവിച്ചറിയുന്ന സത്യത. ഇതിന് ആരോഗ്യം വരേണ്ടതായിട്ടുണ്ട്. സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ മാനാഭിമാനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അവരന്തസ്സായി ജീവിക്കേണ്ടതായിട്ടുണ്ട്. കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന നാണ്യവിളകൾക്ക്, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം സുഭിക്ഷമായ ഒരു സുന്ദരമായ അന്തരീക്ഷം സംജാതമാകേണ്ടതായ സാഹചര്യമുണ്ട്. കൂടുതലായ കാര്യങ്ങളിലേക്ക് കടന്നുപോകുന്ന നാട്ടുകാർ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ രാഷ്ട്രീയ വിശദീകരണ ജാഥ ഈ വരുന്ന ഫെബ്രുവരി 22-ാം തീയതി എറണാകുളത്ത് വെച്ച് നടത്തുന്ന NCPയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി കൂടിയാണ് കേരളത്തിലുടനീളം 250 കേന്ദ്രങ്ങളിലായി ഇതിന് സ്വീകരണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് ആരംഭിക്കുന്നത്. ജാഥയ്ക്ക് ആധാരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ ചെറിയ വിശദീകരണമൊക്കെ ഉണ്ടായി. ഇനി ജാഥാ ക്യാപ്റ്റൻ കൂടിയായ NA മുഹമ്മദ് ഖാൻ അത് വിശദീകരിച്ച് കൂടുതൽ സമയം വൈകാതെ, കാരണം തുടങ്ങാൻ കുറച്ച് സമയം വൈകിയതുകൊണ്ട് കൂടുതൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജാഥാ ക്യാപ്റ്റന് സംസാരിക്കുന്നതിന് വേണ്ടി, വിശദീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു കൊടുക്കുന്നു.
നമ്മോടൊപ്പം ഇപ്പോൾ ചേർന്നിരിക്കുന്നത് എന്നുകൂടി പറയുകയാണ്. ഈ ഒരു സന്തോഷ വാർത്തയോടുകൂടി ഈ ജാഥ ഇവിടെ തുടങ്ങുകയാണ്. ഈ ജാഥയ്ക്ക് ഇവിടെ നൽകിയ സ്വീകരണത്തിന്, ഈ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ നവകേരള മുന്നണി സൃഷ്ടിക്കായി ഐക്യ കേരളം ഐശ്വര്യ കേരളം എന്ന പേരിൽ ഇവിടെ ഈ ജാഥ തുടങ്ങി വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇതിവിടെ തുടങ്ങിയപ്പോൾ തന്നെ ഈ ജില്ലയിൽ ഇവിടെ അടുത്ത 25-ാം തീയതി, ഈ മാസം തന്നെ 25-ാം തീയതി ജില്ലയിലെ ഒരു ജില്ലാ സമ്മേളനം 1000-ത്തിലധികം ആളുകൾ പങ്കെടുത്തുകൊണ്ട് പാർട്ടി ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇവിടെ മുന്നോട്ട് വരികയാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഈ ജില്ലയിൽ അസംബ്ലിയിൽ ഒരു മണ്ഡലത്തിൽ നിന്നും NCP അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സംസ്ഥാനമെന്ന് ഏറ്റവും പിന്നോക്ക അവസ്ഥയിലായിരിക്കുന്നു. നാം സ്വയം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന നാം ഇനി അധികം ഉടനെ തന്നെ നമുക്ക് പിശാചിന്റെ നാട് എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കേരളം എത്തുന്നതിന് മുമ്പ് ഇതിനെ രക്ഷിക്കേണ്ടതുണ്ട്, ആ മാറ്റം ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. നേതാക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നവകേരള മുന്നണി സൃഷ്ടിക്കായി കാസർഗോഡ് നിന്നും പുറപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന NCPയുടെ രാഷ്ട്രീയ വിശദീകരണ ജാഥയാണ് ഇന്നിവിടെ കാസർഗോഡ് എത്തിയിരിക്കുന്നത്. കേരളത്തിനൊരു മാറ്റം അനിവാര്യമാണ്. കേരളത്തെ ആര് മാറ്റും, എങ്ങനെ മാറ്റും എന്ന ചോദ്യവുമായാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അതിന്റെ മുദ്രാവാക്യം ഐക്യ കേരളം ഐശ്വര്യ കേരളം എന്ന് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. കാരണം കാഞ്ഞങ്ങാട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇതിന് കൃത്യമായ ഒരു മാറ്റമുണ്ടാകേണ്ടതുണ്ട്. കേരളത്തെ നാം മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഈ യാത്ര. ശമ്പളം കൃത്യമായി കൊടുക്കാൻ കഴിയുന്നില്ല, എന്നാൽ ദൂർത്ത് അതിന്റെ ഏറ്റവും മൂർധാവിലെത്തിയിരിക്കുന്നു. ഇവിടെ UPSCക്ക് വെറും 11 മെമ്പർമാരുള്ളപ്പോൾ കേരളത്തിൽ 21 പേരാണ്. അതും 2 ലക്ഷം രൂപ വീതം ശമ്പളം കൊടുത്തുകൊണ്ടും 1.25 ലക്ഷം രൂപ അവർക്ക് പെൻഷൻ നൽകിക്കൊണ്ടുമാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ പിൻവാതിലിലൂടെ നിയമനങ്ങൾ നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഈ സർക്കാർ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ മാത്രം 40 കോർപ്പറേഷനുകളുണ്ട്. കൃഷിക്ക് ഇവിടെ എത്രമാത്രം മുന്നോട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ പ്രധാനമായി ഉന്നയിക്കുന്നത് കേരളം മാറിയേ തീരൂ, മാറണം. അതാര് മാറ്റും, എന്തിനു വേണ്ടിയാണ് ഈ മാറ്റം എന്ന പ്രസക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ജാഥ കേരളത്തിലെ തിരുവോരങ്ങളിൽ ഇവിടുത്തെ ജനങ്ങളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് സംവദിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. ഈ ജാഥ അദ്ദേഹം നയിക്കുന്ന ഈ ജാഥയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഒരു നവകേരള സൃഷ്ടിക്കായി ഐശ്വര്യ കേരളം ഐക്യ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ജാഥ ഇന്ന് 9:30 മണിയോടുകൂടി കാസർഗോഡ് ചേർക്കളത്ത് നിന്ന് ആരംഭിച്ച ഈ വാഹനപ്രചരണ ജാഥയുടെ 2ാമത്തെ സ്വീകരണ സ്ഥലമാണ് കാസർഗോഡ്. ഈ വാഹനപ്രചരണ ജാഥ നയിക്കുന്നത് NCPയുടെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ NA മുഹമ്മദ് കുട്ടിയാണ്.
സജ്ജമാക്കിയ സംസ്ഥാന സമ്മേളനം പ്രൗഢമാകുന്നു. കേരള രാഷ്ട്രീയത്തിന്റെ പെരുമാറ്റത്തിന് പണിയൊരുക്കുന്ന ഈ മഹാസമ്മേളനത്തിലേക്ക് രാഷ്ട്രീയ വിശദീകരണ യാത്രയിലേക്കും മതേതര ജനാധിപത്യ വിശ്വാസികളുടെ മഹനീയ സാന്നിധ്യം സാദരം ജനങ്ങളെ കരുതകളാകാൻ മാത്രം കാണുന്ന ഭരണകൂടങ്ങളാണ് കാലാകാലങ്ങളായി ഇവിടെയുള്ളത്. അധികാരത്തിന്റെ അപ്പക്കട്ടത്തിന് വേണ്ടിയും ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.